ഗൈസ് പല മൂവിക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നായകൻ അല്ലെങ്കിൽ വില്ലൻ വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നതൊക്കെ. സോ അങ്ങനത്തെ ഒരു ഹെലിപാഡാണ് ആക്ച്വലി ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഒരു ഓപ്പൺ സ്പേസിലാണ് ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്യുന്നതൊക്കെ. സോ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സൗത്ത് ഇന്ത്യൻ ലൊക്കേഷൻസിലോട്ട് കയറുവാണ് കേട്ടോ. സോ നിങ്ങൾക്ക് എളുപ്പം ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ചെന്നൈ എക്സ്പ്രസിൻ്റെ ക്ലൈമാക്സ് സീനിനകത്തുള്ള ആ ഒരു ചേസും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അതുപോലെ ഗബ്ബർ സിംഗ് എന്നുള്ള മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള മാർക്കറ്റ് സീൻസ്, പോലീസ് സ്റ്റേഷൻ സീൻസ്, നായികയായിട്ടുള്ള സീക്വൻസസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ കുഞ്ഞാലി മരക്കാർ എന്നുള്ള ഫിലിം ആക്ച്വലി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. സോ ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോഴത്തേക്കും അവിടെ ഒരു സ്റ്റാച്ചു വയ്ക്കാനുള്ളൊരു സംഭവം കണ്ടോ? ഇവിടെ നെഹ്റുവിൻ്റെ സ്റ്റാച്ചു വെച്ചാൽ അത് നെഹ്റു നഗർ, ഗാന്ധിയുടെ സ്റ്റാച്ചു വെച്ചാൽ അത് ഗാന്ധി നഗർ, നമ്മുടെ ആരെങ്കിലും സ്റ്റാച്ചു വെച്ചാൽ നമ്മുടെ നഗറാക്കി മാറ്റാം. സോ അങ്ങനത്തെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഇവിടെയുള്ള എല്ലാ സെറ്റുകളും നമുക്ക് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുഷ്പ മൂവിക്കകത്ത് പുഷ്പരാജ് ചായ ഗ്ലാസ്സൊക്കെ തലയിൽ വെച്ചൊക്കെ ഡാൻസ് കളിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ. അതുപോലെ ഇവിടെ കംപ്ലീറ്റ് ഒരു വില്ലേജ് സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു വില്ലേജിൻ്റെ സെറ്റപ്പിൽ വീടുകൾ വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? ശരിക്കും ഈ വീടുകൾക്ക് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഈ ഫ്രണ്ട് ഈ കാണുന്ന ഒരു പോർഷൻ ഇല്ലേ, ജിപ്സം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് ബോൾട്ടൊക്കെ ഇട്ട് വെച്ചിരിക്കുവാണ്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പുറകിലോട്ടൊന്നുമില്ല, കാടാണ്, ഉള്ളിലോട്ടൊന്നുമില്ല. സോ ഒരു വില്ലേജ് സീക്വൻസുകൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഫിലിംസ് എടുത്തിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് കേട്ടോ.